ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് അതൊക്കെ നോക്കാം. എൻ്റെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 23,660 താഴേക്ക് വരികയാണെങ്കിൽ 1 മിനിറ്റിൽ ഞാൻ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അതല്ല മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് 23,869 മുകളിലോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 51,483 അതായത് 51,500 മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ 51,163 താഴേക്കാണ് മാർക്കറ്റ് നാളെ ആദ്യം വരുന്നതെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഈ 2 പ്ലാനാണ് നാളത്തെ ദിവസം ഉള്ളത്. അതായത് ഫസ്റ്റ് ട്രേഡ് ഇതിനനുസരിച്ചിട്ടായിരിക്കും. ഇനി ഫസ്റ്റ് ട്രേഡ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് സെയിം ഡേ നാളത്തെ ദിവസം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും എൻ്റെ ഫസ്റ്റ് ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യാം. എനിവേ താങ്ക് യു.